പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിപാവനമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാറ്റമില്ലാത്തതും മാധുര്യമേറിയതുമായ അവിടുത്തെ തങ്ക തിരുവചനങ്ങളെ ഹൃദയത്തിൽ സ്വീകരിച്ച് ആനന്ദം കൊള്ളുവാൻ അവസരമൊരുക്കി തന്ന സർവവല്ലഭനായ പൊന്നു തമ്പുരാന് ആയിരമായിരമായി പതിനായിരമായി അളന്നെടുക്കാനാകാത്ത ആരാധനാസ്തുതികൾ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പാദപീഠത്തിൽ ഇരിക്കാം, തിരുമുഖത്തേക്ക് നോക്കാം, തിരുവചനം ശ്രവിക്കാം. ഇന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായി ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 4 മുതൽ 9 വരെ തിരുവചനങ്ങൾ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പീൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. എത്ര മധുരമായ ഒരു ധ്യാനം, എത്ര ഗഹനമായ ഒരു ചിന്ത, എത്രമാത്രം ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ മാത്രം ശക്തമായ ഒരു ചിന്ത അപ്പോസ്തലനായ പൗലോസ് നമ്മോട് വീണ്ടും പങ്കിടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നിലും വിചാരപ്പെടാതെ എല്ലാറ്റിനു വേണ്ടിയും ദൈവത്തിന് സ്തുതി കരയേറ്റുവാനാണ് ഈ പാഠഭാഗത്ത് അപ്പോസ്തലൻ നമ്മോട് പറയുന്നത്. ഒന്നിലും വിചാരപ്പെടാതെ എല്ലാറ്റിനു വേണ്ടിയും കർത്താവിന് സ്തുതി കരയേറ്റിക്കൊണ്ടിരിക്കുക. ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞ ഒരു വാക്ക്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. അത് പ്രായോഗികമാണോ എന്ന് ഒരുപാട് പേർ സന്ദേഹിക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ അടിസ്ഥാനപരമായ പ്രശ്നവും ഇത് തന്നെയാണ്. എങ്ങനെയാണ് ഒരാൾ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുന്നത്? അതൊരാൾക്ക് സാധ്യമാകും. കർത്താവ് എപ്പോഴും കൂടെയുണ്ടെങ്കിൽ, ആ ബോധം ഒരാൾക്കുണ്ടെങ്കിൽ കർത്താവിൽ എപ്പോഴും സന്തോഷിക്കാൻ പറ്റും. എന്നാൽ ആ ബോധം ഒരാളുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ സന്തോഷം ഉതിർന്നു പോകുന്നത്. ഒരുപാട് പേർക്ക് പലപ്പോഴും അവരുടെ ജീവിത പ്രതിസന്ധിയിൽ വലിയ സന്ദേഹമാണ്, കർത്താവ് എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞു, അല്ലെങ്കിൽ കർത്താവ് ഇപ്പോഴെന്നെ കാണുന്നില്ല, കർത്താവ് ഇപ്പോഴെന്നെ ശ്രദ്ധിക്കുന്നില്ല, കർത്താവ് എന്നിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, ഞാനാണ് കർത്താവിൽ നിന്ന് ദൂരെ പോയതെന്ന്, ഞാനാണ് കർത്തൃസാന്നിധ്യം ഉപേക്ഷിച്ചതെന്ന്, ഞാനാണ് ദൈവത്തിൽ നിന്ന് ഓടിപ്പോയതെന്ന്, ഞാനാണ്, എൻ്റെ നിലപാടാണ് കർത്താവിൻ്റെ സാന്നിധ്യം എനിക്ക് നഷ്ടപ്പെടുത്തിയതെന്ന് ആരും ചിന്തിക്കില്ല. അത് ചിന്തിച്ചാൽ ഞാൻ കുറ്റവാളി എന്ന് വരുമല്ലോ. സ്വയം കുറ്റവാളി എന്ന് വരുന്നത് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ കുറ്റം എവിടെയെങ്കിലും ചാരണം. അതുകൊണ്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുക. ദൈവം എന്നെ ഉപേക്ഷിച്ചു. ഞാൻ മാതാപിതാക്കളിൽ നിന്ന് അകന്നിട്ട് ഞാൻ പറയുന്നു, മാതാപിതാക്കൾ എന്നെ ഉപേക്ഷിച്ചു. ഞാൻ എൻ്റെ സഹോദരങ്ങളിൽ നിന്ന് അകന്നിട്ട് ഞാൻ പ്രഖ്യാപിക്കുന്നു, എൻ്റെ സഹോദരങ്ങൾ എന്നെ ഉപേക്ഷിച്ചു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ വെറുപ്പിച്ച് അകറ്റിയിട്ട് ഞാൻ പറയുന്നു, അവരൊക്കെ എന്നെ വെറുത്തു, എന്നെ ഉപേക്ഷിച്ചു. സത്യത്തിൽ കുഴപ്പങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതാണ്, പക്ഷേ ഞാനത് മറ്റൊരാളിലേക്ക് ആരോപിക്കുകയാണ്. വിലക്കപ്പെട്ട വൃക്ഷത്തിൻ്റെ കനി തിന്ന് തെറ്റ് ചെയ്ത ആദമിനോട് ദൈവം ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തത്? ആദാം ആ കുറ്റം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ആദാം ആ കുറ്റം നേരെ ഹൗവയിലേക്ക് ചാരി. അവൾ തന്നു, ഞാൻ തിന്നു. സത്യത്തിൽ അവളെ നീ എനിക്ക് തന്നില്ലെങ്കിൽ അവൾ ഈ പഴം എനിക്ക് തരികയോ ഞാൻ തിന്നുകയോ ചെയ്യില്ലായിരുന്നു. അവളെ എനിക്ക് തന്ന നീയാണ് സത്യത്തിൽ കുഴപ്പമുണ്ടാക്കിയതെന്നൊരു ധ്വനി വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. ഹൗവയോട് ചോദിക്കുമ്പോൾ ഹൗവ എനിക്ക് തെറ്റിപ്പോയ ദൈവമേ എന്ന് പറയാൻ ശ്രമിക്കുന്നില്ല. അതിനവൾക്ക് മനസ്സില്ല. ആ പാമ്പ് നീ സൃഷ്ടിച്ചതാണല്ലോ അതിനെ. അത് വന്നെന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനതങ്ങ് മോഹിച്ചു പോയി.
പാമ്പ് തന്നു, ഞാൻ തിന്നു. ഇതാണ് മനുഷ്യൻ ആദ്യകാലം മുതൽ തുടരുന്ന ശീലം. ഒരിക്കലും തൻ്റെ നിലപാട് ദോഷങ്ങളോ തനിക്ക് പറ്റിയ അബദ്ധങ്ങളോ തനിക്ക് പറ്റിയ തെറ്റുകളോ മനുഷ്യൻ ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ സമ്മതിക്കാനോ തയ്യാറാകുന്നില്ല. സത്യത്തിൽ മനുഷ്യനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നതാണ് ചരിത്രം. മനുഷ്യനെ മറ്റാരുമല്ല പരാജയപ്പെടുത്തുന്നത് മനുഷ്യൻ തന്നെയാണ്. ഏതൊരു വ്യക്തിയെയും തോൽപ്പിക്കുന്നത് മറ്റാരുമല്ല, ആ വ്യക്തി തന്നെയാണ്. ജീവിതത്തിൻ്റെ നടപടികൾ പരിശോധിച്ചാൽ അത് നമുക്ക് വ്യക്തതയോടെ ബോധ്യപ്പെട്ട് കിട്ടും. പ്രിയപ്പെട്ടവരെ, എന്നാൽ ദൈവം എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്നും ഞാൻ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ് എന്നും അവൻ്റെ കരം എൻ്റെ മേലിരിക്കുന്നുവെന്നും ഒരപ്പൻ തൻ്റെ കുഞ്ഞിനെ കൈപിടിച്ച് നടത്തുന്നത് പോലെ അവൻ എന്നെ കൈപിടിച്ച് നടത്തുന്നു എന്നും ഞാൻ അവൻ്റെ ഉള്ളം കൈയിൽ ഒരു കുഞ്ഞിനെ പോലെ ഇരിക്കുന്നുവെന്നും അവൻ എന്നെ തൻ്റെ മാർവോട് ചേർത്ത് ആശ്ലേഷിച്ച് പിടിച്ചിരിക്കുന്നുവെന്നും ഞാൻ അവൻ്റെ കരവലയത്തിനുള്ളിൽ സുരക്ഷിതനാണ് എന്നും വിശ്വാസത്തിൻ്റെ ബോധ്യവും ഉറപ്പുമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരനാഥത്വ ബോധം ഒരിക്കലും തോന്നുകയില്ല. അപ്പോൾ ജീവിതത്തിൽ എന്ത് കഷ്ടം വന്നാലും, എന്ത് ക്ലേശം വന്നാലും, എന്ത് ദുഃഖം വന്നാലും, എത്ര വലിയ ദുരിതം വന്നാലും, എത്ര വലിയ പീഡന പരമ്പരകൾ വന്നാലും അവർ പാട്ടുപാടും. അവർ പറയും, ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലാണ്. എത്ര വലിയ കഷ്ടത ഞാൻ സഹിക്കേണ്ടി വന്നാലും എനിക്കൊരു പ്രയാസവുമില്ല, ഞാൻ പരമാനന്ദത്തിലാണ് എന്നവർ പറയും. അത് ക്രിസ്തുവിൽ എപ്പോഴും സന്തോഷിപ്പാനുള്ള ഒരു മനസ്സാണ് കാണുന്നത്. സാധു സുന്ദർ സിംഗിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ ഒരു മരണക്കിണറ്റിലിട്ടതായി വായിക്കാനിട വരുന്നുണ്ട്. അതിനു മുമ്പ് അനേകം ആളുകളെ ആ കിണറ്റിലിട്ട് കൊന്നിട്ടുണ്ട്. ആ കിണറിനകത്ത് മുഴുവനും ആളുകൾ ചത്ത് ചീഞ്ഞ് അഴുകി കിടക്കുന്ന, തികച്ചും ദുർഗന്ധവും ഇരച്ചു പൊങ്ങുന്ന പുഴുക്കളുമുള്ള, അയ്യോ നമുക്ക് വാക്കുകൊണ്ട് വർണ്ണിച്ചെടുക്കാൻ പറ്റാത്ത അത്രയും ഭയാനകമായൊരവസ്ഥയാണ്. കൂരിരുട്ടും. ഈ കുഴിക്കുള്ളിൽ അദ്ദേഹത്തെ തള്ളിയിട്ടു. ഇതിൻ്റെ മുകളിൽ ഇരുമ്പ് പാളി കൊണ്ട് അടപ്പുണ്ടാക്കിയത് വെച്ച് അടച്ചു, താഴിട്ട് പൂട്ടി, ചങ്ങലയിട്ട് പൂട്ടി. ഈ ഇരുട്ടിനകത്ത് സാധു സുന്ദർ സിംഗ് 3 ദിനരാത്രങ്ങൾ ഈ അത്യന്തം ഭയാനകമായ ദുർഗന്ധവും ഇരച്ചു കയറുന്ന പുഴുക്കളുമുള്ളതിൻ്റെ മധ്യത്തിൽ അദ്ദേഹം 2 കരങ്ങളും മുകളിലേക്ക് ഉയർത്തി ദൈവത്തെ നോക്കി ഒരേ നിൽപ്പ് നിന്നു എന്നാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ മരണക്കുഴിയുടെ യാതൊരു ദുസ്സഹമായ ദുർഗന്ധവും എനിക്ക് അനുഭവപ്പെട്ടില്ല. എനിക്ക് യാതൊരു വിധത്തിലുള്ള മനപ്രയാസവും തോന്നിയില്ല. കാരണം ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ അവൻ്റെ പരിലാളനകൾ ഏറ്റുവാങ്ങുകയായിരുന്നു. ഒരുപക്ഷെ ഭ്രാന്തമായ ഒരു നിലപാടെന്നൊക്കെ ചിലർക്ക് തോന്നിയേക്കാം. പക്ഷെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണതയാൽ സാധു സുന്ദർ സിംഗ് ആ സമയത്ത് ദൈവകരങ്ങളിലാണ് ഞാനെന്ന് നിരന്തരമായി ധ്യാനിച്ചു കൊണ്ടിരുന്നു. മറ്റൊന്നും അദ്ദേഹം അറിഞ്ഞില്ല, മറ്റൊന്നും അദ്ദേഹം കേട്ടില്ല, മറ്റൊന്നും അദ്ദേഹത്തിൻ്റെ നാസാനന്തരങ്ങളിൽ കയറിയില്ല, മറ്റൊരാസ്വാദനവും അദ്ദേഹത്തിനുണ്ടായില്ല. മനസ്സേകാഗ്രതപ്പെടുത്തി ഒരിടത്ത് നിർത്തിയാൽ മറ്റൊന്നും ഒരു മനുഷ്യനെ ബാധിക്കില്ല. നിൽക്കുന്ന ഇടം പോലും ബാധിക്കില്ല, ഇരിക്കുന്ന സ്ഥലം പോലും ഓർക്കില്ല. ഇതൊക്കെ ഒരു അതീന്ദ്രിയ ധ്യാനത്തിൻ്റെ അനുഭവമാണ്. സുന്ദർ സിംഗ് അപ്രകാരം ഒരു ധ്യാനാനുഭവത്തിലായിരുന്നിരിക്കണം. പ്രശസ്തനായൊരു സുവിശേഷകനെ പീഡനകാലത്ത് ഒരു മൃതദേഹത്തോട് ചേർത്ത് ബന്ധിച്ചതായി വായിച്ചിട്ടുണ്ട്. ഒരു മരിച്ച ശരീരം, അതിൻ്റെ കണ്ണുകളോട് ഈ ദൈവദാസൻ്റെ കണ്ണുകൾ ചേർത്ത് വെച്ചു, മൂക്കിനോട് മൂക്ക് ചേർത്ത് വെച്ചു, അധരത്തോട് അധരം ചേർത്ത് വെച്ചു, കൈയോട് കൈ ചേർത്ത് വെച്ചു, നെഞ്ചോട് നെഞ്ച് ചേർത്ത് വെച്ചു, കാലോട് കാല് ചേർത്ത് വെച്ചു. എന്നിട്ട് ഒരു ജീവനുള്ള ശരീരവും ഒരു മൃതദേഹവും കൂടെ മുറുക്കി കെട്ടി, അനങ്ങാനാകാതെ വരിഞ്ഞു കെട്ടി ദിവസങ്ങളോളം മൃതദേഹത്തോടൊപ്പം ഈ സുവിശേഷകനെ ബന്ധിച്ച് കിടത്തുകയാണ്. അദ്ദേഹത്തെ അനേക സമയത്തിന് ശേഷം അഴിച്ചു മാറ്റി. ഈ ചീഞ്ഞളിഞ്ഞ മൃതദേഹത്തിൽ നിന്ന് വമിക്കുന്ന അത്യന്തം ഭീകരമായ ദുർഗന്ധം. പക്ഷേ ആ ദൈവദാസൻ പറയുന്നു, ഞാനിത് അറിഞ്ഞതേയില്ല. ഒരു മൃതദേഹത്തിലാണ് എൻ്റെ ദേഹം ചേർക്കപ്പെട്ടിരുന്നതെന്ന് ഞാൻ അറിഞ്ഞതേയില്ല. പിന്നെ താങ്കൾ എന്താണ് അറിഞ്ഞത്? എൻ്റെ കർത്താവിൻ്റെ മാർവിൽ, ഒരമ്മയുടെ മാർവിൽ പറ്റിക്കിടക്കുന്ന കുഞ്ഞിനെ പോലെ ഞാൻ പറ്റിക്കിടന്ന് ആസ്വദിക്കുകയായിരുന്നു എന്ന്. ദൈവമക്കളെ, മാനുഷിക ബുദ്ധിക്ക് ഒരുപക്ഷെ പ്രായോഗിക നിലയിൽ ചിന്തിച്ച് കണക്ക് കൂട്ടിയെടുക്കാൻ കഴിയാത്തത്രയും അത്യന്തം
ഉന്നതമായ ഒരു ധ്യാനമാണ് ഈ കേൾക്കുന്നത്. കഷ്ടത, ദുരിതം, വേദന ഇതൊക്കെ ദൈവമക്കളുടെ ജീവിതത്തിൽ സഹജമാണെന്നും കൂടെ തിരിച്ചറിയണം. ഇന്ന് ക്രിസ്തീയ ജീവിതം നയിക്കുന്നവർ ദൈവത്തോട് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഒരു കഷ്ടതയോ ഒരു ദുരിതമോ ഒരു കണ്ണുനീരിനുള്ള കാരണമോ എനിക്ക് വരരുത്, വരാതെ നീ എന്നെ കാക്കണം. അങ്ങനെയാകുമ്പോഴാണ് ഞാൻ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതെന്നാണ് ഇന്ന് പലരുടെയും ധാരണ. തെറ്റാണ്. കഷ്ടങ്ങളും നഷ്ടങ്ങളും ദുരിതങ്ങളും വേദനകളും അവർണ്ണനീയമായ അസഹ്യമായ ഒരുപാട് നൊമ്പരങ്ങളും ജീവിതത്തിൽ ഉള്ളപ്പോൾ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന ആന്തരികാവബോധത്തോടെ ആത്മനിർവൃതിയോടെ ആരാധനയോടെ സന്തോഷിക്കുമ്പോഴാണ് അത് ക്രിസ്തീയ ജീവിതമായി എണ്ണപ്പെടുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഇത് എഴുതി വെച്ച അപ്പോസ്തലനായ പൗലോസ് എന്തുമാത്രം പീഡന പരമ്പരകളാണ് സഹിച്ചത്. എത്ര വട്ടമാണ് കോലുകൊണ്ട് അടി കൊണ്ടത്, എത്ര വട്ടമാണ് കല്ലേറ് കൊണ്ടത്, എത്ര പ്രാവശ്യമാണ് മൃഗയുദ്ധം ചെയ്തത്, എത്ര പ്രാവശ്യമാണ് കപ്പൽ ഛേദത്തിലകപ്പെട്ടത്, എന്തുമാത്രം ആപത്തുകളാണ് നേരിട്ടത്. ഇതിലൊക്കെ മടുത്ത് ഞാനിനി കർത്താവിന് വേണ്ടി ജീവിക്കുന്നില്ലെന്ന് അപ്പോസ്തലനായ പൗലോസ് ഒരിക്കലും പറഞ്ഞില്ല. ഓരോ പീഡന സാഹചര്യങ്ങളും കൂടുതൽ ഊർജ്ജമാണ് അദ്ദേഹത്തിന് നൽകിയത്. കൂടുതൽ വീറോടെ കർത്താവിന് വേണ്ടി നിൽപ്പാനുള്ള മനസ്ഥൈര്യവും വിശ്വാസസ്ഥൈര്യവുമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ദൈവമക്കളെ, എപ്പോഴും സന്തോഷിപ്പീൻ. സുഖകാലത്ത് സുഖത്തിൽ സന്തോഷിപ്പീൻ, ദുഃഖകാലത്ത് ദുഃഖത്തിലും സന്തോഷിപ്പീൻ. വേദനയുള്ളപ്പോൾ വേദനയിൽ സന്തോഷിപ്പീൻ, ഞെരുക്കകാലത്ത് ഞെരുക്കത്തിൽ സന്തോഷിപ്പീൻ, കഷ്ടതയുള്ള കാലത്ത് കഷ്ടതകളിൽ സന്തോഷിപ്പീൻ, നഷ്ടങ്ങളുടെ കാലഘട്ടത്തിൽ നഷ്ടത്തിൽ സന്തോഷിപ്പീൻ, ശത്രുവിൻ്റെ കടന്നുകയറ്റത്തിലും നിങ്ങൾ സന്തോഷിപ്പീൻ, നിങ്ങളെ പ്രിയപ്പെട്ടവർ നിങ്ങളെ തിരസ്കരിക്കുമ്പോൾ സന്തോഷിപ്പീൻ. വ്യക്തമായി ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. അപ്പോഴൊക്കെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ആരൊക്കെ എന്നെ വെറുത്താലും ആരൊക്കെ എന്നെക്കുറിച്ച് അരുതാത്തത് പറഞ്ഞാലും എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട്. ഈ ബോധത്തിൽ ഹൃദയമുറപ്പിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയണം. പക്ഷേ എൻ്റെ കയ്യിലുള്ള തെറ്റുകൊണ്ടാണ്, ഞാൻ ചെയ്ത തിന്മ കൊണ്ടാണ്, ഞാൻ അരുതായിക പ്രവർത്തിച്ചത് കൊണ്ടാണ് എനിക്ക് ഈ വക ദോഷങ്ങൾ നേരിടേണ്ടി വരുന്നതെങ്കിൽ ഞാൻ എന്നെ തന്നെ തിരുത്തണം. എന്നാൽ സത്യത്തിൽ എനിക്ക് തിരുത്തേണ്ടതായ ഒരു സാഹചര്യം അവിടെ ഇല്ല എങ്കിൽ എന്നെക്കുറിച്ച് അപവാദവും പരദൂഷണവും പറയുന്നവനെക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ഈ സാഹചര്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യണം. പലപ്പോഴും ആളുകൾ ഈ സാഹചര്യത്തിൽ വല്ലാതെ വാടിപ്പോവുകയാണ്. ദൈവമേ, മനസ്സാ വാചാ കർമ്മണ ഞാൻ ചിന്തിക്കാത്ത കാര്യം, എനിക്ക് മനസ്സറിവില്ലാത്ത കാര്യം എൻ്റെ മേൽ ആരോപിച്ച് നാടുനീളെ എന്നെക്കുറിച്ച് അപവാദം പറഞ്ഞു പരത്തി എൻ്റെ സ്വന്തം കൂടപ്പിറപ്പ് എൻ്റെ ചോരയിൽ പിറന്നവൻ എന്നെ നാണം കെടുത്തുമ്പോൾ ഞാൻ എന്തു ചെയ്യേണ്ടു ദൈവമേ എന്നോർത്ത് നെടുവീർപ്പെട്ട് തലവുമ്പിട്ട് ഇരുന്ന് കരയുന്നവരിത് കേൾക്കുന്നുണ്ടാകാം. സന്തോഷിപ്പിൻ ദൈവമക്കളെ. എന്തുകൊണ്ടെന്നാൽ യാതൊരു കുറ്റവും ചെയ്യാതെ പരിപൂർണ നഗ്നനായി കുരിശേറ്റപ്പെട്ട് പെരുവഴിയോരത്ത് പരസ്യമായ കാഴ്ചയായി പ്രപഞ്ച സൃഷ്ടാവ് തൂക്കപ്പെട്ടത് കണ്ടപ്പോൾ സൂര്യൻ തൻ്റെ കണ്ണുകളടച്ചിട്ട് 6-ാം മണി നേരം മുതൽ 9-ാം മണി നേരം വരെ ലോകത്തെങ്ങും വലിയ കൂരിരുട്ടുണ്ടായി എന്ന് വേദപുസ്തകം സാക്ഷിക്കുമ്പോൾ ആ തമ്പുരാൻ ഇപ്രകാരം ലജ്ജയേറ്റത്, നാണം കെട്ടത് എനിക്ക് വേണ്ടിയാണെന്ന ബോധത്തോടെ, ഇപ്രകാരം ഞാൻ നിന്ദിക്കപ്പെടുമ്പോൾ എനിക്ക് വേണ്ടി പീഡ സഹിച്ച എൻ്റെ പൊന്നു തമ്പുരാൻ്റെ പീഡാസഹനത്തോട് ഞാനും പങ്കാളിയായിത്തീരുന്നു എന്ന ആശ്വാസത്തോടെ സന്തോഷിപ്പാനായിട്ട് കഴിയണം, സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയണം. ഇന്ന് പല ആളുകളും അവരുടെ സ്വന്തം ഭാഗം ന്യായീകരിച്ച് മറ്റുള്ളവരെക്കുറിച്ച് ഒരുപാട് അപവാദ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാട് നീളെ തൻ്റെ സ്വാർത്ഥ താല്പര്യം നടക്കാത്തത് കൊണ്ട് നിന്നയുടെ കെട്ടുകൾ അഴിച്ചുവിട്ട് സ്വന്തം കൂടപ്പിറപ്പുകളെ അപഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ തിരിച്ചറിയണം. സമൂഹമധ്യത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരെ അപമാനിച്ചും നാണം കെടുത്തിയും സ്വന്തം കാര്യം നേടിയെടുക്കാമെന്ന് ചിന്തിക്കുന്ന പൈശാചിക ബുദ്ധിയുള്ളവർ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ദൈവ പൈതൽ സന്തോഷിക്കട്ടെ. എൻ്റെ കർത്താവെ, നീയെല്ലാം കാണുന്നുണ്ടല്ലോ, നീ എല്ലാറ്റിനും കണക്കെഴുതി വയ്ക്കുന്നുണ്ടല്ലോ, ഞാൻ നിൻ്റെ ഉള്ളംകരത്തിലാണല്ലോ ഇരിക്കുന്നത്. ഇതൊക്കെ എന്നെ ഏത് വിധത്തിൽ ബാധിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇതിൻ്റെ ദോഷം എന്താണെന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. എത്രമാത്രം ഞാൻ വേട്ടയാടപ്പെട്ടാലും ഒരു കുറ്റവും ചെയ്യാതെ ഏറ്റവും നീചമായി വേട്ടയാടപ്പെട്ട കർത്താവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ നന്നായി ബോധ്യപ്പെടുന്നതല്ലാതെ എനിക്ക് ക്ഷീണമോ ക്ഷതമോ സംഭവിക്കുന്നില്ല എന്ന് മനസ്സൊരുക്കത്തോടെ ദൈവസന്നിധിയിൽ സ്വയം കണ്ടെത്താനായിരിക്കട്ടെ ഈ സന്ദർഭം നമുക്ക് ഉതകുന്നത്. രോഗശയ്യയിൽ വീണിരിക്കുമ്പോൾ, അത്യന്തം വേദന സഹിക്കേണ്ടി വരുമ്പോൾ അപ്പോഴും ഒരു ദൈവ പൈതൽ തകർന്നു പോകരുത്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ സുരക്ഷിതനാണ്, സുരക്ഷിതയാണ് എന്ന ബോധത്തോടെ
പാട്ടുപാടുവാനായിട്ട് കഴിയണം. ശരീരം തളർന്ന കിടപ്പിലായി പരസഹായം കൂടാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലും നാവ് ചലിക്കുന്നു എന്ന് ദൈവസന്നിധിയിൽ ബോധ്യപ്പെട്ടിട്ട് നിരന്തരം ദൈവത്തിന് പാട്ടുപാടിക്കൊണ്ടിരുന്ന ചില ആളുകളെ എൻ്റെ മനസ്സിൽ ഞാൻ ഓർക്കുന്നുണ്ട്. അവർ വാടിയ മുഖത്തോടെ ഇരിക്കുന്നത് കണ്ടിട്ടില്ല. അവരുടെ സന്തോഷത്തിന് കുറവ് വന്നിട്ടില്ല. അവരൊത്തിരി വേദന അനുഭവിക്കുന്നുണ്ട് മാനസികമായി. പ്രിയപ്പെട്ടവർ പലപ്പോഴും അവരെ അവഗണിച്ചിട്ടുണ്ട്, പ്രിയപ്പെട്ടവരവരെ നിന്ദിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചത്തു കിട്ടിയിരുന്നെങ്കിൽ മനുഷ്യനെ സ്വസ്ഥമായി ജീവിക്കാമായിരുന്നുവെന്ന് ശപിക്കുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും അവരുടെ മുഖം വാടിയിട്ടില്ല, അവർ ദൈവത്തോട് പരാതിപ്പെട്ടിട്ടില്ല. ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മുടെ ആളുകളെല്ലാം പരാതിപ്പെട്ടികളാണ്. ജീവിതത്തിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളെല്ലാം കൃത്യതയോടെ നടന്നു കിട്ടണം. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ പരാതി ഒരിക്കലും തീരുന്നില്ല. കുടുംബജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. ആ സ്വപ്നങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഹനിക്കപ്പെട്ടാൽ പിന്നെ അവളുടെ പരാതി ആയുസ്സിൽ തീരുന്നില്ല. ഒരു പുരുഷൻ വിവാഹം കഴിക്കുമ്പോൾ തൻ്റെ ഭാര്യയോടൊത്തുള്ള ജീവിതത്തെക്കുറിച്ച് അവൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒന്ന് ഉടഞ്ഞു പോയാൽ പിന്നെ അവൻ്റെ പരാതി ആയുസ്സിൽ തീരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നാൽ അവന് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ നടക്കുന്നില്ല. അതിൻ്റെ മധ്യത്തിൽ വാടിപ്പോവുകയല്ല ദൈവ പൈതൽ ചെയ്യേണ്ടത്. ഒരു ദൈവ പൈതൽ താനൊരു ദൈവ പൈതലാണെന്ന് ജീവിതത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നത് പ്രതിസന്ധിയുടെ നാളുകളിൽ എടുക്കുന്ന നിലപാടിലൂടെയാണ്. വാടിപ്പോകുന്നവർ, നിരാശപ്പെടുന്നവർ, പെറുപെറുക്കുന്നവർ, പരാതിപ്പെട്ടികളായി മാറുന്നവർ ദൈവ പൈതലാണ് താനെന്ന് അടയാളപ്പെടുത്തുന്നില്ല. കഷ്ടത്തിൻ്റെ മധ്യത്തിലും രോഗത്തിൻ്റെ മധ്യത്തിലും പ്രയാസത്തിൻ്റെ മധ്യത്തിലും അവഗണന മധ്യത്തിലും തിക്താനുഭവങ്ങൾ വേറുമ്പോഴും ഉറ്റവരും ഉടയവരും പക്ഷം തിരിഞ്ഞു നിന്ന് ഏറ്റവും കൂടുതൽ നീചമായി പരിഹസിക്കുമ്പോഴും വാടിപ്പോകാതെ, തളർന്നു പോകാതെ, അസ്വസ്ഥതപ്പെടാതെ ഏകമായിരുന്ന ദൈവത്തിനുമുഖത്തേക്ക് നോക്കി വളരെ മനോഹരമായി പാട്ടുപാടുകയും ദൈവത്തെ സ്തുതിക്കുകയും, തമ്പുരാനെ, ഇപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഈ ഒരു തെറ്റും ചെയ്യാതെ പീഡ സഹിച്ച നിന്നോട് ഞാനും പങ്കാളിയായി തീർന്നിരിക്കുന്നല്ലോ. എനിക്ക് വർണ്ണിക്കാനാകാത്ത ആനന്ദമുണ്ടപ്പാ എന്ന് പറയാൻ കഴിയുന്നവർ, അങ്ങനെ സമൂഹത്തിൽ ഇടപെടാൻ കഴിയുന്നവർ തങ്ങൾ ദൈവമക്കളാണെന്ന് ലോകത്തിന് മുമ്പിൽ അടയാളപ്പെടുത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കണം. ഒരുപക്ഷെ ഇതിങ്ങനെ ചിന്തിക്കുമ്പോൾ പ്രായോഗിക ജീവിതത്തിൽ ഇത് യാഥാർത്ഥ്യമാക്കാൻ പറ്റുമോ, ഇത് സംഭവ്യമാണോ എന്ന് പലരും സന്ദേഹിച്ചേക്കാം. ആ നിലകളിലേക്ക് ജീവിതത്തെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് മനസ്സില്ലാത്തതാണ് ഈ സന്ദേഹത്തിൻ്റെ അടിസ്ഥാന കാരണം. കഷ്ടനഷ്ട ശോധനകളിൽ, രോഗദുഃഖ പീഡകളിൽ, ഒറ്റപ്പെടലുകളിൽ, അവഗണനയിൽ, പരിഹാസമധ്യത്തിൽ എൻ്റെ ദൈവമേ, നീ എൻ്റെ കൂടെയുണ്ട്, എനിക്കത് മതി, എൻ്റെ മുഖം വാടുകയില്ല, ഞാൻ ഒരിക്കലും നിരാശപ്പെടുകയില്ല എന്ന് പറയാനുള്ള ആ ഒരു തീരുമാനത്തിലേക്ക്, നിലപാടിലേക്ക് മാറാനുള്ള മനസ്സില്ലായ്മയാണ് ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയില്ല എന്ന വിധിയുടെ പിന്നിലുള്ളത്. ഒത്തിരി പേരത് യാഥാർത്ഥ്യമാക്കി ജീവിക്കുന്നുണ്ട്. അവരൊക്കെ സാക്ഷാൽ ദൈവമക്കളെന്ന പദവി അടയാളപ്പെടുത്തിക്കൊണ്ട് ജീവിതം തുടരുന്നവരാണ്. എന്നാൽ ഒരുപാട് ആളുകൾ ഈ സാഹചര്യത്തോട് മറുതലിച്ചു നിൽക്കുന്നുണ്ട്. ദൈവമക്കളെ, നമുക്കൊരുപാട് ആവശ്യങ്ങളുണ്ട്, ഒരുപാട് സങ്കടങ്ങളുണ്ട്. എന്തുമേതും സ്തോത്രത്തോടെ ദൈവം മുമ്പിൽ സമർപ്പിക്കുക. ഏത് സാഹചര്യത്തിലും ദൈവത്തിന് നന്ദി പറയുക. എന്തുകൊണ്ടെന്നാൽ അവൻ്റെ ഉള്ളംകരത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നെ അവൻ കരുതുന്നുണ്ട്. ഇന്നോളം കരുതിയത് അവൻ്റെ കരമാണ്, ഇനിയും കരുതാൻ അവൻ്റെ കരം ശക്തമാണ് എന്ന എൻ്റെ ആന്തരിക ബോധം. ഇത് പരിജ്ഞാനമാണ്, ഇത് വിശ്വാസത്തിൻ്റെ പരിജ്ഞാനമാണ്, ഇത് ഭക്തിയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്, ഇത് കലർപ്പില്ലാത്ത ഭക്തിയുടെ പ്രകടനമാണ്. നമുക്ക് ആ നിലകളിലേക്ക് എത്തിപ്പെടാനായിട്ട് കഴിയണം. വിചാരപ്പെടുക. ഇന്നത്തെ മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് ആകുലത. എപ്പോഴും വിചാരപ്പെടുക. വിചാരപ്പെടുന്ന മനുഷ്യൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. അവിടെ സന്തോഷമില്ല, അവിടെ സുഖമില്ല, അവിടെ ആനന്ദമില്ല, അവിടെ ആരാധനയില്ല, അവിടെ സമാധാനമില്ല. പ്രക്ഷുബ്ധതകൾ, തിളച്ചു മറയുന്ന പ്രക്ഷുബ്ധതകൾ, അഗ്നിപർവ്വത സമാനമായി അവരുടെ ഉള്ള് തിളച്ചു മറഞ്ഞ് ഭയാനകാവസ്ഥയിലിരിക്കുകയാണ്. വിചാരപ്പെടുക. അപ്പോസ്തലൻ പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടല്ലേ, എല്ലാറ്റിനെക്കുറിച്ചും ദൈവത്തിന് സ്തുതി കരയറ്റുക. ദൈവമക്കളെ, ഈ നിലകളിലേക്കൊക്കെ എത്തുമ്പോഴല്ലേ നമ്മുടെ ജീവിതത്തിന് ക്രിസ്തീയത കൈവരുന്നത്. ആ നിലകളിലേക്ക് എത്തിച്ചേരുവാനല്ലേ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് സാധ്യതമാകേണ്ടത്. അങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തേണ്ടത്. ദൈവം അതിന് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കുമല്ലോ. ദൈവമക്കളെ, ഇങ്ങനെയൊക്കെ ഒരു ദൈവ പൈതൽ ചെയ്യുമ്പോൾ എല്ലാ ബുദ്ധിയെയും കവിയുന്ന
മനുഷ്യബുദ്ധിക്ക് അതീതമായ, ഒരു മനുഷ്യന് ചിന്തിച്ചെടുക്കാൻ കഴിയാത്ത അവർണ്യമായ സമാധാനം ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ വന്ന് നിറയും. അപ്പോസ്തലൻ ചേർത്ത് വയ്ക്കുന്നുണ്ട്, ഒടുവിൽ നിങ്ങൾ ഇപ്രകാരം ചെയ്യുവിൻ, സത്യമായതൊക്കെ മുറുകെ പിടിക്കുക, അസത്യമായതിനെ വിട്ടുകളയുക, ഉപേക്ഷിക്കുക, അതിന് പുറംതിരിഞ്ഞ് നിൽക്കുക. മാന്യമായതൊക്കെയും നിങ്ങൾ മുറുകെ പിടിക്കുക, മാന്യതയ്ക്ക് ചേരാത്തതൊക്കെ നിങ്ങൾ വെറുക്കുക, ഉപേക്ഷിക്കുക, തള്ളിക്കളയുക. വീണ്ടും പറയുന്നു, നീതിയായതൊക്കെയും നിങ്ങൾ മുറുകെ പിടിക്കുക, അനീതിയുള്ളത്, അനീതിക്ക് സാധ്യതയുള്ളതൊക്കെ നിങ്ങൾ വെറുക്കുക, ഉപേക്ഷിക്കുക, മാറ്റി നിർത്തുക. വീണ്ടും പറയുന്നു, വിശുദ്ധമായതൊക്കെയും നിങ്ങൾ മുറുകെ പിടിക്കുക, അശുദ്ധമായതൊക്കെയും നിങ്ങൾ വെറുക്കുക, തള്ളിക്കളയുക, ദൂരെ നിർത്തുക. അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, സുന്ദരമായതൊക്കെയും നിങ്ങൾ ചേർത്ത് പിടിക്കുക. സുന്ദരമായത് എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സൗന്ദര്യമോ ലോകത്തിൻ്റെ അഴകോ ലോകത്തിൻ്റെ ഇമ്പങ്ങളോ ഒന്നുമല്ല. ദൈവിക സൗന്ദര്യത്തെ, ദൈവ വചനത്തിൻ്റെ സൗന്ദര്യത്തെ, ദൈവം ഒരുക്കുന്ന നിത്യ സൗന്ദര്യത്തെ മുറുകെ പിടിക്കുക. അതിന് വിരുദ്ധമായത്, സുന്ദരമല്ലാത്തത്, ഈ ലോകപരമായതൊക്കെ വെറുക്കുക, മാറ്റി നിർത്തുക, ഉപേക്ഷിക്കുക. ആകർഷകമായതൊക്കെയും മുറുകെ പിടിക്കുക. ഒരു ദൈവ പൈതലിന് ആകർഷകത്വം തോന്നേണ്ടത് നിത്യജീവനെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും ദൈവസന്നിധിയിലുള്ളതായ സമർപ്പിത ജീവിതത്തെക്കുറിച്ചുമാണ്. ഈ ലോകത്തോടല്ല, ലോകത്തെ ഇമ്പങ്ങളോടല്ല, ലോകത്തിൻ്റെ സുഖങ്ങളോടല്ല, ലോകത്തിൻ്റെ ആഡംബരങ്ങളോടല്ല. എന്നാൽ ദൈവമക്കളെ, ആകർഷകമായതൊക്കെയും ഒരു ദൈവ പൈതലിനെ ആകർഷിക്കാൻ ഇടയുള്ളതൊക്കെയും നിങ്ങൾ മുറുകെ പിടിക്കുക. നിങ്ങളെ ആകർഷിക്കാൻ സാധ്യതയില്ലാത്തത്, ആകർഷിച്ചു കൂടാത്തതിനെയൊക്കെ വെറുക്കുക, ഉപേക്ഷിക്കുക, മാറ്റി നിർത്തുക. ഹിതകരമായതൊക്കെയും നിങ്ങൾ മുറുകെ പിടിക്കുക. ദൈവ പൈതലിന് ഹിതകരമായത് തന്നെ, അഹിതമായതൊക്കെ വെറുക്കുക, ഉപേക്ഷിക്കുക, മാറ്റി നിർത്തുക. ദൈവമക്കളെ, പ്രശംസാർഹമായതൊക്കെ മുറുകെ പിടിക്കുക. ഒരു ദൈവ പൈതലിൻ്റെ പ്രശംസ കർത്താവിലാണ്. ഒരു ദൈവ പൈതലിൻ്റെ പ്രശംസ കഷ്ടതയിലാണ്. ഒരു ദൈവ പൈതലിൻ്റെ പ്രശംസ ഈ ലോകത്ത് ദൈവത്തിന് വേണ്ടി ഞാൻ ജീവിക്കുന്നു എന്നുള്ളതിലാണ്. അതിന് മുറുകെ പിടിക്കുക. എന്നാൽ ഓർക്കുക, പ്രശംസാർഹമല്ലാത്തത്, അപമാനകരമായത് വെറുക്കുക, ഉപേക്ഷിക്കുക, മാറ്റി നിർത്തുക. ഒരു ദൈവ പൈതലിന് ഈ ലോകത്ത് താൻ പാപം ആസ്വദിച്ചാൽ അത് പ്രശംസയ്ക്ക് വകയാകില്ല, അപമാനകരമാകും. തെറ്റായ നിലപാടുകളൊക്കെ ഒരു ദൈവ പൈതലിന് അപമാനം കൊണ്ടുവരും. അതിനെയൊക്കെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. നിങ്ങളുടെ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒരു ദൈവ പൈതലിൻ്റെ ധ്യാന വിഷയമായി തീരുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം വലിയ അർത്ഥപൂർണമായ ലക്ഷ്യം കൈവരിക്കും. ഈ സംഗതികളൊക്കെ ധ്യാനിച്ചുകൊണ്ട് ജീവിതത്തിൽ ഇരിക്കുക. അപ്പോൾ ഈ ലോകത്തിൻ്റെ കഷ്ടതയോ ദാരിദ്ര്യമോ വേദനയോ അവഗണനയോ നിന്ദപരിഹാസങ്ങളോ വേട്ടയാടലുകളോ ഒന്നും ഒരു ദൈവ പൈതലിൻ്റെ സ്വസ്ഥ ജീവിതത്തെ ബാധിക്കില്ല. അതിൻ്റെ മധ്യത്തിൽ ആരും വാടിപ്പോകില്ല. ദൈവ പൈതൽ എന്ന നിലയിൽ ആത്മീയ പൂർണ്ണത പ്രാപിക്കേണ്ടതിന് ഈ ലോകത്തിൻ്റെ പ്രാതികൂല്യങ്ങളുടെ മധ്യത്തിൽ ഉറച്ച നിലപാടും വിശ്വാസത്തിൻ്റെ സ്ഥിരതയും എല്ലാ തലങ്ങളിലുമുള്ളതായ ആത്മീയ സന്തോഷവും ജീവിതത്തിൽ പ്രകടമാക്കണം. പെറുപെറുക്കരുത്, പരാതിപ്പെട്ടിയാകരുത്, എന്തിനും ഏതിനും അസഹിഷ്ണുത പ്രകടിപ്പിക്കരുത്, തൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ വേദനിപ്പിക്കരുത്, അവരെയൊക്കെ ഭീഷണം പറഞ്ഞ് അപമാനിക്കരുത്, അവരെക്കുറിച്ചൊക്കെ ഏറ്റവും വേദനാജനകമായത് പരദൂഷണമായി മറ്റുള്ളവരോട് പറയരുത്. ജീവിതത്തിൽ തിക്തതകൾ നേരിടേണ്ടി വരുമ്പോൾ ശാന്തമായിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ മനസ്സുണ്ടാകണം. അങ്ങനെ ചെയ്താൽ ഇന്നിൻ്റെ ദുഃഖം നാളെയുടെ ആനന്ദമായി മാറും. ഇന്ന് അവഗണിച്ചവരും പരിഹസിച്ചവരും നാളെ ഒരുപക്ഷെ ബഹുമാനിച്ച് ആദരിക്കാൻ ഇട വന്നേക്കും. മാറ്റി നിർത്തിയവരൊക്കെ ചേർത്ത് നിർത്തിയേക്കാം. ഒരുപക്ഷെ അവരെക്കാളൊക്കെ ഉന്നതങ്ങളിൽ ദൈവം നിന്നെയും കൊണ്ട് എന്ന് ഇരുത്തിയേക്കാം. നിന്നെ ഏറ്റവും കൂടുതൽ അപമാനിച്ചവർ ആശ്ചര്യത്തോടെ നിന്നെ നോക്കിയേക്കാം. ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചവർ നാളെ കൂപ്പുകൈയോടെ നിൻ്റെ മുമ്പിൽ സഹായഹസ്തവും നീട്ടി നിന്നേക്കാം. ഇതൊക്കെ ഉറപ്പിച്ച് പ്രതീക്ഷിക്കേണ്ട, നിന്നേക്കാം. സർവശക്തൻ ഇതൊക്കെ ചെയ്യുവാൻ ശക്തിയുള്ളവനും മനസ്സുള്ളവനും തീരുമാനമുള്ളവനും വേദനിക്കുന്നവരോടുകൂടെ വേദനിക്കുന്നവനും കരയുന്നവരോടുകൂടെ കരയുന്നവനും കരയുന്നവരുടെ കണ്ണുനീരൊപ്പുന്നവനും അതേസമയം ഈ പ്രാതികൂല്യത്തിൽ ചിരിക്കുവാൻ മനസ്സ് കാണിക്കുന്നവരെ എല്ലാ അർത്ഥതലങ്ങളിലും വിജയപരമായ പാതയിൽ നയിക്കുന്നവനുമാണ്. നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്ക് സത്യമാണ്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ദൈവമക്കളെ, അതുകൊണ്ട് വിചാരപ്പെടല്ലേ, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടല്ലേ, ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക, സുരക്ഷിതരായിരിക്കുക. ജീവിതം ധന്യമായി തീരും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
സ്നേഹവാനായ തമ്പുരാനെ, തൃപ്പാദപീഠത്തിൽ നിൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് അവിടുന്ന് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ച മനോഹരമായൊരു പാഠം ഞങ്ങളെയും പഠിപ്പിച്ചല്ലോ. നിങ്ങളെപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനെക്കുറിച്ച് സ്തോത്രം ചെയ്യുവീൻ. പലപ്പോഴും കർത്താവെ, ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ ഞങ്ങൾ പരാജയപ്പെടുന്ന ഒരു ധ്യാനമാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടുവാനിടയായത്. ഞങ്ങളെ അങ്ങനെയൊന്ന് രൂപപ്പെടുത്തിയെടുക്കണമേ, ഞങ്ങളെ പരാതിയില്ലാത്തവരാക്കി എടുക്കണമേ, ഞങ്ങളെ എന്തിനു വേദനും ദൈവത്തിന് മഹത്വം കരറ്റുന്നവരാക്കി തീർക്കണമേ. ഞങ്ങളുടെ കഷ്ടതകളും ദുരിതങ്ങളും വേദനകളുമൊക്കെ പോസിറ്റീവായി കണ്ട് അതൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോൾ ഞങ്ങൾ കർത്തൃകരങ്ങളിൽ സുരക്ഷിതരാണെന്ന ആന്തരിക ബോധത്തിൽ ഉറയ്ക്കുവാൻ, വിശ്വാസത്തിൽ സ്ഥിരത കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ദിവ്യ നടത്തിപ്പ് ഞങ്ങൾക്കുണ്ടാകണമേ. പരിശുദ്ധാത്മാവിൻ്റെ എല്ലാവിധ പ്രചോദനവും ഞങ്ങൾക്കുണ്ടാകണമേ. ഞങ്ങളെ പാദപീഠത്തിലേക്ക് വയ്ക്കുന്നു, അവിടുന്ന് മഹത്വമെടുക്കണം. കർത്താവെ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Somebody